ഹായ് അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ടെറസിൽ നിന്നാട്ട തുടങ്ങുന്നത്. ബൂബുവിൻ്റെ കഥ പറയാമോ എന്നൊരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. ബൂബുവിൻ്റെ കഥ അല്ല കേട്ടോ, ബൂബുവിൻ്റെ കവിതയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടും വായനനെ പറ്റിയിട്ടും പുസ്തകങ്ങളെ പറ്റിയിട്ടും ഒന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനു മുമ്പ് കാർമേഘങ്ങൾ കണ്ടോ, മൂടിക്കെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പെയ്യും. സമയം ഇപ്പോൾ ഏകദേശം 5 മണിയോട് അടുക്കുന്നു കേട്ടോ. വായനനെ പറ്റിയിട്ട് പുസ്തകങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാം കേട്ടോ. അതിനു മുമ്പ് ഞാൻ ഇന്ന് ലഞ്ച് ഉണ്ടാക്കിയതിൻ്റെ വിശേഷങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും നിങ്ങൾ. അപ്പോൾ എന്താ തല്ലുമാല കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ അവരാ പള്ളിയിൽ തടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരില്ലേ. അപ്പോൾ അവൻ്റെ അമ്മ നെയ്ച്ചോറുണ്ടാ കഴിച്ചിട്ട് പോകാമെന്ന് പറയില്ലേ. അപ്പോൾ എന്താ തല്ലുമാലത്തെ നെയ്ച്ചോറും പരിപ്പ് കറി ബീഫുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് നമുക്ക് വേഗം ഒന്ന് തട്ടിക്കൂട്ടിയാലോ. ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവയും കുറച്ച് പെരുംജീരകവും, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലോണം ഇളക്കുക. ഒരു 2 വലിയ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ബീഫ് കുക്കറിലായി. ഇനി നമുക്ക് പരിപ്പ് കറിയുടെ കാര്യം നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച 1.5 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുക. 3-4 പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, വലിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പരിപ്പും ബീഫും കുക്കറിലായിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കി തുടങ്ങാം. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ അരി എടുത്ത് വെള്ളത്തിലിടണം. ഞാനങ്ങനെ കേട്ടോ. അപ്പോൾ 1 കപ്പ് അരി വെള്ളത്തിലിട്ടേക്കാം. ഇണ്ടാതിരിക്കും, ഞാൻ അതൊന്ന് പറയട്ടെ. അങ്ങനെ നെയ്ച്ചോറിനുള്ള കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും, പിന്നെ ഞാൻ നെയ്ച്ചോറ് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ നാരങ്ങ, പിന്നെ ക്യാരറ്റൊക്കെ വെക്കാം. നെയ്ച്ചോറ് വെക്കുന്നത് അപ്പുറത്താണ്, നമുക്ക് അപ്പുറത്തൊക്കെ പോകാം. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ചേർക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 3-4 പട്ട, കുറച്ച് ഏലക്കായ, കുറച്ച് കറാമ്പ്, കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തെടുക്കുക. അതൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ വലിയ ഉള്ളികൾ ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ ക്യാരറ്റ് എടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങത്തോണ്ട് അതിക്കിട്ടെടുക്കുകയും ചെയ്യും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച അരിയും ചേർത്ത് കൊടുക്കുക. ചോറ് അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് നമ്മൾ ബീഫ് വെന്തോ നോക്കാം. ഒന്നും കൂടി വേവാണ് കേട്ടോ. ഒരു 2-3 കൂക്കിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ അവൻ അവിടെ കിടന്ന് കൂക്കട്ടെ. അപ്പോഴേക്കും നമുക്കിതൊരു മസാല തയ്യാറാക്കിയെടുക്കാം. പരിപ്പ് എന്തായി നോക്കട്ടെ. പരിപ്പ് പിന്നെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യിലും ആണ് കേട്ടോ ഞാൻ അത് വറവിടുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടെടുക്കുക. കടുക് പൊട്ടിത്തെടുക്കുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ചതച്ച വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞ് വെച്ച വലിയ ഉള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചത്. അതൊക്കെ നല്ല മൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ നമുക്ക് വാങ്ങാം. മഴക്കാലം ഇപ്പം ഇങ്ങനെയാണ് തുടങ്ങുന്ന തോന്നുന്നത്. നല്ല മൂടിക്കെട്ടിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയൊക്കെ എന്തോ ഒരു ഇടിമഴയാണ് ചെയ്യുന്നത്.
ഉള്ളി അവിടെ കടന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്കൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അങ്ങനെ തട്ടിക്കൂട്ട് സാലഡ് റെഡി. വേവിച്ച് വെച്ച നമ്മൾ ബീഫും കൂടി ചേർക്കുക. അവസാനമായിട്ട് നമ്മൾ കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് കൂടി ചേർത്ത് വെക്കുക. മെയിൻ സാധനം ചേർത്തിട്ടില്ല, ഗരം മസാല. അവസാനമായിട്ട് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബീഫും റെഡിയായി. നമുക്കത് വാങ്ങാം. ബൂബുവിൻ്റെ കഥ പറയുമെന്നൊരു കൂട്ടുകാർ ചോദിച്ചു. ഈ വ്ളോഗിൽ നിന്നാൽ എൻ്റെ വായനയെ പറ്റിയിട്ടും പുസ്തകങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറയാമെന്ന് വിചാരിച്ചു. അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്നൊരു കൂട്ടുകാർ ചോദിച്ചു. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇഷ്ടങ്ങൾ അങ്ങനെ മാറി മറിഞ്ഞ് വരുമല്ലോ. പക്ഷേ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചില പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെങ്ങനെയും വായിച്ച് തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് വായിച്ച് തീർത്ത പുസ്തകങ്ങളുണ്ട്. ചില പുസ്തകങ്ങളാവട്ടെ ആദ്യത്തെ പേജുകൾ ഒരിക്കലും തീരരുതേ എന്ന് ആഗ്രഹിച്ചിട്ട് ആ പേജും കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് കഴിഞ്ഞ് വായിക്കാനില്ലല്ലോ, അങ്ങനെ വിചാരിച്ച് സങ്കടത്തോടെ വിഷമത്തോടെ വായിച്ച് തീർത്ത പുസ്തകങ്ങളുണ്ട് കേട്ടോ. എനിക്കധികം പകൽവെട്ടത്തിൽ വായിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. രാത്രി ബൾബ് ഓണാക്കിയിട്ട് അങ്ങനെ വായിക്കണതിൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകം മാത്രമേ ഉള്ളൂ രാത്രി വെളിച്ചത്തിൽ വായിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പകലൊന്നും വായിക്കാൻ സമയം ഉണ്ടാവില്ല. പകൽ നമുക്ക് കിച്ചണിൽ വെച്ചുണ്ടാക്കുന്ന ജോലി അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അധികം ഞാൻ ഈ വൈകുന്നേരം ഈ ഒരു സമയമാണ് കേട്ടോ വായിക്കാൻ വേണ്ടി എടുക്കുക. കൊച്ചിലെ തന്നെ അങ്ങനെ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ അങ്ങനെ വായിക്കും. പിന്നെ കുറച്ചുകൂടി വലുതായപ്പോൾ മൊബൈലിലേക്കായി വായന കേട്ടോ. മൊബൈലിൽ അങ്ങനെ റീഡിങ് ആപ്പുകൾ കുറേ ഉണ്ടല്ലോ, അതിലങ്ങനെ വായന തുടങ്ങി. അതും അടുത്ത് തുടങ്ങിയപ്പോഴാണ് ഇവിടെ അടുത്തൊരു ലൈബ്രറി ഉണ്ടെന്ന് മോൻ പറഞ്ഞത്. വൈകുന്നേരം പോകും, പുസ്തകം എടുക്കും, വായിക്കും. അങ്ങനെ വായന അങ്ങനെ ആക്കിട്ടോ. അപ്പോഴാണ് ആ ലൈബ്രറി അവിടുത്തെ വായനക്കാരൊക്കെ കൂടി വെച്ചിട്ട് ഒരു കവിതാ സമാഹാരം ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ. അതുവരെ എനിക്കങ്ങനെ എഴുതിയ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ കുത്തിക്കുറിക്കുന്നല്ലാതെ കാര്യമായിട്ട് അങ്ങനെ ഞാൻ എഴുതിയിട്ടൊന്നുമില്ലായിരുന്നു. ഈ വായിക്കുന്ന ഒരാൾക്ക് എഴുതാനും കഴിയുമെന്ന് അവിടുത്തെ ആൾ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. അപ്പം അതിനുള്ള കവിതയാണെങ്കിലോ ആ സമയത്താണ് നമ്മൾ യാമിക്കുട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ യാമിക്കുട്ടി ഞങ്ങൾക്ക് അത്രയും സ്പെഷ്യലായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, യാമിക്കുട്ടിനെ പറ്റിയിട്ട് തന്നെ ആ കവിത എഴുതി. അങ്ങനെയാണ് എൻ്റെ ആദ്യ പുസ്തകത്തിൽ ചിറകൊരുക്കുന്ന പൂമ്പാറ്റകളിൽ പഴയതും പുതിയതുമായിട്ടുള്ള 67 ആൾക്കാരിൽ ഒരാൾ ഞാനുമായിട്ടോ. എൻ്റെ മകൾ ജാസ്മിൻ എഴുതി. ഇതാണ് കേട്ടോ എൻ്റെ കവിത. അങ്ങനെ ആ കവിത അങ്ങനെ ആ പുസ്തകത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അത് പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ രണ്ടാമത്തെ പുസ്തകം ആ ലൈബ്രറിൻ്റെ വീണ്ടും ഒരു കവിതാ സമാഹാരം ഇറക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോഴും എന്താ എഴുതണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞങ്ങളെ ബൂബുവിൻ്റെ വേർപാടുണ്ടായിരുന്നത്. ബൂബു ആരാണെന്ന് അറിയാത്ത കൂട്ടുകാരുണ്ടാവുമല്ലോ. ബൂബുവിൻ്റെ താൻ്റെ പെറ്റ് ക്യാറ്റായിരുന്നു, വളർത്തു പൂച്ചയായിരുന്നു. ബൂബു ശരിക്കും ഞങ്ങൾക്കൊരു കൂടപ്പറപ്പന്നെ ആയിരുന്നു കേട്ടോ. ബൂബുവിൻ്റെ ആ ഒരു വേർപാട് ശരിക്കും ഞങ്ങളെ
ഞങ്ങൾ നല്ലോണം ഇടങ്ങാറാക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഇത്താൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പോയി. ഇത്ത വീടൊന്നും റെനോവേറ്റ് ചെയ്തല്ലോ, അപ്പോൾ പുതിയ ഫോട്ടോസൊക്കെ വെച്ചിരുന്നല്ലോ. അപ്പോൾ ആ ഹാളിൽ ഇത്താൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ആ ഹാളിൽ ബൂബുവിൻ്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടില്ലേ. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി. അങ്ങനെയാണ് രണ്ടാമത്തെ കവിത ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കവിത ഒരു പുഴയായി നമ്മൾ. അതിലെ കവിത ഞാൻ അവിടെ കൊടുക്കാം. നിയോഗം എന്ന് പറഞ്ഞിട്ട് എഴുതിയ ഈ കവിത. പിന്നീട് ഇപ്പോൾ വീണ്ടും മൂന്നാമത് കവിതാ സമാഹാരം ഇറക്കാൻ പോവുകയാണ്. ഈ സംഭവങ്ങളൊക്കെ പോലെ തന്നെ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഭവം ഞങ്ങളപ്പാൻ്റെ വിയോഗം. മൂന്നാമത് കവിതാ സമാഹാരത്തിൽ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് വരികളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വായനൻ്റെയും പുസ്തകങ്ങളുടെയും കാര്യങ്ങളൊക്കെ. ഒരു ദിവസം വ്ളോഗ് എടുക്കും, അത് എഡിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഇടും. പിറ്റേ ദിവസം അങ്ങനെ വായനയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും കേട്ടോ. പിന്നെ രണ്ടാമത്തെ ദിവസമാണ് വ്ളോഗ് എടുക്കണതും എഡിറ്റ് ചെയ്യുന്നത് ഇടുന്നു. അങ്ങനെയാണ് വായനയും അതോടൊപ്പം കൂടെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. വായിക്കാൻ സമയം ഇപ്പോൾ കുറവാണ് സത്യം പറഞ്ഞാൽ. ഈ ഒരു സമയത്തൊക്കെ ഒരു കട്ടൻ ചായയും കുടിച്ച് ഇവിടെ ഇങ്ങനെ വായിക്കുന്നത് നല്ല രസമാണ് സത്യം പറഞ്ഞാൽ. മഴ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേത് വെയിൽ വരുന്ന വീട്ടിൽ കോട്ടം തരുന്നത്, ഇപ്പോൾ മഴ വരുന്നുണ്ട് വീട്ടിൽ കോട്ടം പറഞ്ഞ അവസ്ഥയായി. മഴക്കാലമാണോ ചൂടുകാലമാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മഴക്കാലമാണ് കേട്ടോ ഇഷ്ടം. തുണികൾ ഉണങ്ങൂല എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ചൂടുകാലത്തിൻ്റെക്കാൾ നല്ലത് മഴയല്ലേ. ഇടിയും പൊട്ടി മഴയൊക്കെ പെയ്യണത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇടി പൊട്ടുന്നതിൻ്റെ ഉമ്മച്ചിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം. ഉമ്മച്ചിക്ക് ഷൈദിയാക്ക് ഒക്കെ ഇടി പൊട്ടുന്നത് ഭയങ്കര പേടിയാണ്. ഇക്കടി മഴ പെയ്യുമ്പോൾ നല്ല ഇടി പൊട്ടണം, എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ പരിപ്പുവടിയും ചായയൊക്കെ കുടിച്ചിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പം ഞാൻ പരിപ്പുവടിയും അതിൻ്റെ റെസിപ്പി ആയിട്ട് നല്ലൊരു മഴയുള്ള വൈകുന്നേരം വരണ്ട കേട്ടോ, ഒരു ഈവനിങ് വ്ളോഗുമായിട്ട്. വായിച്ചതിലൊരു ഫേവറേറ്റ് പുസ്തകമാണ് ഈ പൊന്നിയിൻ സെൽവൻ്റെ ഈ പുസ്തകം കേട്ടോ. 582 പേജ് കണ്ടുണ്ട് ഓരോ പുസ്തകങ്ങളും. ഈ ഒരു പുസ്തകം ആദ്യം ഞാൻ ഒരാഴ്ച കൊണ്ടാണ് വായിച്ച് തീർത്തെങ്കിൽ ഇത് ഞാൻ 3 ദിവസം കൊണ്ട് വായിച്ച് തീർത്തിട്ടോ. 3 ദിവസം കൊണ്ട് ഒറ്റയിരിപ്പിനല്ല, നമ്മൾ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശ്രമം ഉറക്കവും ഒക്കെ കളഞ്ഞിട്ട് 3 ദിവസം ഒറ്റയിരിപ്പിന് രാത്രി വായിക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ ബൾബ് ഓണാക്കിയിട്ട് ഒന്നാമത് ഞാൻ വായിക്കാത്തത് എൻ്റെ തലനെയും കണ്ണിനെയും ബാധിക്കും. പുസ്തകം അത്യാവശ്യം കനമുള്ളതുകൊണ്ട് കയ്യും കണ്ണും കടഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് ഇത് വായിച്ചത്. ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമായിരുന്നു. ആ 3 ദിവസം കഴിഞ്ഞിട്ട് പുസ്തകം വായന കഴിഞ്ഞേക്കും പിന്നെ അവിടുത്തെ ഒരാഴ്ച തൈലം തേച്ചിട്ട് നടന്നിരുന്നത്. കണ്ണും തലയും നല്ലോണം വേണിച്ചു. ഒരു ഇത്ര ഭാഗം ബാറ്റ്മാൻ്റെ പോലെ ഇങ്ങനെ തൈലം തേച്ചിട്ട് നടന്നു. തല വേണിച്ചിട്ട് ഇങ്ങോട്ടും മെച്ചിയും ഇക്കും കുറേ ചീത്തറ. അങ്ങനെ വായന ചിലപ്പോൾ ഭ്രാന്തായിട്ട് മാറുന്ന ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്നിവിടെ വന്നിരുന്നത് വർത്താനം തന്നെ നടന്നിട്ടുണ്ട്, എൻ്റെ വായന നടന്നിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും മഴയും പെയ്തു. നമുക്ക് ഞാൻ അകത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയും. അപ്പോൾ അടുത്ത വിശേഷമായി. അടുത്ത വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ തൂതപ്പൂരത്തിന് പോകുന്നതാണ് കേട്ടോ. ഷൈദാത്താൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ഇൻഷാ അല്ലാ. എൻ്റെ വീഡിയോയിൽ പിന്നെ മാത്രമല്ല എനിക്ക് കാണാനുള്ളൂ. പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം എനിക്ക് മിഞ്ഞാന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ആർക്കൊക്കെ വീഡിയോക്ക് വരാൻ ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇന്നെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക ആർക്കൊരു പരാതി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് മറ്റുള്ളവരൊന്നും എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റാത്തത് കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും മിക്കവാറും. അപ്പോൾ ഷൈദാത്താൻ്റെ വീട്ടിലേക്ക് പോയ നല്ല അടിപൊളി വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാ ഞാൻ വരാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കാനും ശ്രദ്ധിക്കണേ. കിളികളൊക്കെ കൂടണഞ്ഞു, എനിക്കും കൂടാണ് ഞാൻ സമയമായി. മഴത്തുള്ളികളാച്ച് അങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വിശേഷമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.